ആത്മീയ തട്ടിപ്പ് പരാതിയിൽ അന്വേഷണം നടക്കുന്നു. കണ്ണൂരിൽ മൂന്നാം കണ്ണ് സിദ്ധി നേടി അഭിവൃദ്ധി ഉണ്ടാക്കാമെന്ന് ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ ട്രസ്റ്റിനെതിരെയാണ് ഇപ്പോൾ ആരോപണം. ഹിമാലയൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന അക്ഷരപടക്കം 6 പേർക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. സജോ, എങ്ങനെയാണ് ഈ ആത്മീയ തട്ടിപ്പ് അരങ്ങേറിയത്? അങ്ങനെ ആളുകൾക്ക് ഇതിലും കാശ് വല്ലതും പോയോ? കാരണം മലയാളികൾ ഇങ്ങനെ റോഡിൽ ഇറങ്ങി നിൽക്കുകയല്ലേ ആരെങ്കിലും തട്ടിക്കട്ടെ എന്ന് വിചാരിച്ച്. SK, അങ്ങേയറ്റം കൗതുകകരമായ ഒരു പരാതിയും അതിന്മേലുള്ള കേസുമാണ് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. അതായത് ഈ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് ബാബ, ഹിമാലയൻ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന പെരുമ്പാവൂർ സ്വദേശി അഷ്റഫ് അടക്കം 6 പേർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ ഈ പരാതിയിൽ പറയുന്നത് കേരളത്തിലുടനീളം, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് ഈ അഷ്റഫ് എന്നയാൾ. അത് ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഇദ്ദേഹം ഒരു ഗുരുവാണ്, അതീന്ദ്രിയ ജ്ഞാനമുണ്ട്, തേർഡ് ഐ അൺലോക്ക് ചെയ്യാം, അതായത് മൂന്നാം കണ്ണ് അൺലോക്ക് ചെയ്യാം, അതുവഴി സാമ്പത്തിക അഭിവൃദ്ധി, ജീവിതത്തിലെ സമഗ്രമായ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാക്കാം എന്നതാണ് വാഗ്ദാനം എന്നതാണ് ഈ പരാതിക്കാർ പരാതിയിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സ്പിരിച്വലായ അല്ലെങ്കിൽ ആത്മീയമായ നിലയിൽ ഈ മൂന്നാം കണ്ണ് തുറക്കാൻ കഴിയും, അൺലോക്ക് ചെയ്യാൻ കഴിയും, അതുവഴി അഭിവൃദ്ധിയിലേക്ക് പോകാൻ കഴിയും. അതിന് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. അതിൽ ആദ്യഘട്ടത്തിൽ ഓരോ ജില്ലയിലെയും ക്ലാസ്സുകൾ, പിന്നീട് തുടർന്ന് അങ്ങോട്ടേക്കുള്ള ട്രെയിനിങ് ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്നായിരുന്നു വിശ്വസിപ്പിച്ചിരുന്നെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ അതിൽ പങ്കെടുത്തതിന് ശേഷം അതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലായി എന്നാണ് പരാതിക്കാർ പറയുന്നത്. അവർ പറയുന്നത് ഒരു കടുത്ത വഞ്ചനയാണ്. കേരളത്തിലുടനീളം വ്യാപകമായി ആളുകൾ വഞ്ചനയ്ക്ക് ഇരയായി. അവർ പരാതിയിൽ പറയുന്നത് അവർക്കടക്കം ലക്ഷങ്ങൾ നഷ്ടമായി. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഒരുപാട് ആളുകൾ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത്. DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ അഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് വ്യാപകമായി ഇങ്ങനെ പരസ്യവും മറ്റുമൊക്കെ നൽകിയ ആളുകളെ ആകർഷിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാം, സ്പിരിച്വലായി നേട്ടമുണ്ടാക്കാം, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാം, മറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ പരിഹരിക്കാൻ കഴിയും. അതുകൂടാതെ നിങ്ങൾക്ക് ഇങ്ങനെ ആത്മീയമായ ഉണർവുണ്ടാക്കാൻ വേണ്ടി ചില ഔഷധക്കൂട്ടുകൾ ഹിമാലയത്തിൽ നിന്നുണ്ട്. ഇദ്ദേഹം ഒരു ആൾ ദൈവത്തെ പോലെ പെരുമാറുന്നു എന്നൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്. അങ്ങേയറ്റം കൗതുകരമാണ്. ആദ്യഘട്ടത്തിൽ 14,000 മുതൽ 15,000 വരെ ഒരു ക്ലാസ്സിന് ആദ്യഘട്ടത്തിൽ വാങ്ങിക്കും. പിന്നീട് പല രൂപത്തിൽ പണം ഇങ്ങനെ വാങ്ങിച്ചെടുക്കുന്നുണ്ട് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഏതെങ്കിലും നിലയ്ക്ക് ഈ ട്രസ്റ്റിൻ്റെ അടക്കം വെബ്സൈറ്റ് ഇപ്പോൾ കാണാനില്ല. ഈ പരാതി വന്നതിന് പിന്നാലെ കേരളത്തിലെ 14, മലപ്പുറം ഒഴികെയുള്ള 13 ജില്ലകളിലും ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ പ്രാഥമികമായ പരിശോധനയിൽ പോലീസുമായി അടക്കം ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വളരെ കൗതുകകരമാണ്. അതായത് നിങ്ങൾക്ക് വിചാരിച്ച കാര്യങ്ങൾ സാധിക്കും, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, രോഗദുരിതങ്ങൾ മാറും, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടും, ആത്മീയമായി ഉയർച്ചയിലെത്തും എന്നൊക്കെ വിശ്വസിപ്പിച്ചു എന്നാണ്. അതായത് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. പ്രപഞ്ചത്തിൽ താൻ മാത്രമാണ് ഏക ഗുരുവെന്ന ആശയത്തിൻ്റെ മറവിൽ തട്ടിപ്പ് നടത്തി എന്ന് ഈ പരാതിയിൽ പറയുന്നത് അങ്ങേയറ്റം രസകരവും കൗതുകകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ വസ്തുതകൾ എന്താണെന്നുള്ളതൊക്കെ പോലീസ് അന്വേഷണത്തിൽ കൂടി വ്യക്തമാകട്ടെ. ആളുകളിൽ നിന്ന് പല ഘട്ടത്തിൽ 20,000, 25,000, 30,000 എന്നിങ്ങനെ ഫീസ് ഈടാക്കി അതിന് രസീത് നൽകിയിട്ടൊന്നുമില്ല. ഒപ്പം ഈ നേരിട്ട് കണ്ട്, അതായത് ഈ ഗുരുവിനെ നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിനായി പ്രത്യേക തുക ഈടാക്കിയിട്ടുണ്ട്. കേരളത്തിലുടനീളം ഹോട്ടലുകൾ വാടകയ്ക്കെടുത്ത് ഇത്തരത്തിൽ ക്ലാസ്സുകളും ഈ അനുഗ്രഹ പരിപാടികളും നടന്നിട്ടുണ്ട് എന്ന് ഈ പരാതിയിൽ പറയുന്നു. അതടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൂടാതെ ഒരു റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ള സമൂഹത്തിലെ ഉന്നത നിലകളിലുള്ള ആളുകൾ ഇതുമായി സഹകരിച്ചിട്ടുണ്ട്, ഈ ട്രസ്റ്റിൻ്റെ ഭാഗമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ പറയുന്നൊരു കാര്യം, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു പരിപാടിയിലടക്കം ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ കൗതുകകരമായ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം പെരുമ്പാവൂർ സ്വദേശിയാണ്. KA അഷ്റഫ് കരുവള്ളി എന്നാണ് ഇദ്ദേഹത്തെ പരാതിയിൽ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഗുരു അഷ്റഫ് ബാബ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ പരാതിയിലെ കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം കൗതുകകരമാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതായാലും കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് പോകട്ടെ. കേരളത്തിലുടനീളം ആയിരക്കണക്കിന് ആളുകൾ ഈ ക്ലാസ്സുകളുടെ ഭാഗമായിട്ടുണ്ട്. അതുവഴി നേട്ടമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം കൗതുകകരമാണ്. 6 പേർക്കെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ.